ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്, ഇതുവരെയായിട്ട് നിന്നിട്ടില്ല. എങ്ങനെ ഇപ്പൊ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക? താഴത്തുള്ള ഭാഗത്തൊക്കെ വെള്ളം കയറി തോന്നുന്നു വീടുകളില്. എന്ത് ചെയ്യാ, ഇങ്ങോട്ടൊക്കെ എങ്ങാനും കേറുവോ? എന്തായാലും ഇവിടെ താമസം തുടങ്ങിയിട്ട് ഇതുവരെയായിട്ട് ഇങ്ങോട്ടൊന്നും കേറിയിട്ടില്ല. വെള്ളം കേറില്ലായിരിക്കും, അങ്ങനെ സമാധാനിക്കാം. തീരെ എനിക്കിട്ടില്ലെന്ന് തോന്നുന്നു. മഴ കാരണം എല്ലാവരും കിടക്കുക. എനിക്ക് നേരത്തെ എത്രയിനാ എനിക്കുന്നില്ല നിങ്ങള്? ഓ മഴയല്ലേ അമ്മേ, കുറച്ച് നേരം കൂടി കിടന്ന് ഉറങ്ങിക്കോട്ടെ. മഴയോ, എന്തൊരു മഴയാണ്! എത്ര നേരമായി മഴ പെയ്തു തുടങ്ങിയിട്ട്. ആ താഴത്തെ വീടുകളിലൊക്കെ വെള്ളം കയറി തോന്നുന്നു. അല്ലമ്മ, താഴത്തെ ഭാഗത്ത് എന്ന് പറയുമ്പോ നമ്മുടെ തിരിന്റെ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാവോ? അത് ശരിയാണല്ലോ, തിരിന്റെ വീട് ആ ഭാഗത്താണല്ലോ, ചിലപ്പോ കയറിയിട്ടുണ്ടാവും. നീ ഇതെങ്ങോട്ടാടി ഓടുന്നത്? അതൊക്കെ പിന്നെ പറയാമേ. പറഞ്ഞോളെ, എവിടേക്കാണ്? ഞാൻ ഇതൊക്കെ എടുത്തിട്ട് പോയിട്ട് വരാം. നീ മഴയത്തോ? ആകെ വെള്ളമാണ് അവിടൊക്കെ. അമ്മേന്റെ കൊട എന്തിയെ? കൊട ഇവിടെ എവിടെയും കാണുന്നില്ല. നിന്റെ കൊട ഇപ്പൊ എന്തിനാ നീ പുറത്തേക്ക് പോകുന്നത്? ഇനി ഇതിന്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞില്ല അമ്മേ. എണീറ്റില്ല, എണീറ്റപ്പത്തിന് അവളുടെ വീട്ടിലേക്ക് എത്തണം അവൾക്ക്. നീ പല്ലൊക്കെ തേച്ചാ? പല്ലൊക്കെ ഞാൻ തേച്ചമ്മേ. അമ്മ കൊട കൊണ്ട് തന്നെ, ഞാൻ പോയേക്കിട്ട് വേഗം വരാം. വേണ്ട വേണ്ട, ഒറ്റയ്ക്കൊന്നും പോണ്ട. വെള്ളം എല്ലായിടത്തും കേറിയിരിക്കാണ്. വെള്ളത്തിലെങ്ങാനും വീണാലോ? നീതുണ്ടല്ലോ അമ്മേ, വിട്. നീതുണ്ടെങ്കിലും എല്ലാവരും ഉണ്ട്. ഞാൻ പോയി നോക്കിട്ട് വേഗം വരാം. നീതു, നീതു, എന്താ പാറു? എന്താ ഈ മഴയത്ത്? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിങ്ങൾക്ക് വെള്ളമൊന്നും കേറില്ലല്ലോ? ഇല്ലടി, നീ വാ, വീട്ടിലേക്ക് വാ. ഇല്ലടി, ഞാൻ താഴത്തേക്ക് ടീനുവിന്റെ വീട് കാണാൻ പോവുക. അവളുടെ വീട്ടിലൊക്കെ വെള്ളം കേറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നീ വരുന്നുണ്ടോ? വാ, നമുക്ക് പോയി നോക്കാം. ഞാൻ വരുന്നില്ല, എന്റെ കൊടയൊന്നും ഇല്ല. നീ ഇങ്ങോട്ട് വാ. ഓ, ഇതില് നിക്കാം, നീ വാ. എടി അമ്മ മഴക്ക് പറയും, അങ്ങോട്ടേക്കൊക്കെ പോയാ. വായ, നമുക്ക് പെട്ടെന്ന് വരാം. ടീനുവിന്റെ വീട് വലിയ വീടല്ലേ, അവർക്ക് വെള്ളം കയറിയതൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മളെ അവള് കുറെ ഇട്ട് കളിയാക്കുന്നതല്ലേ. വെള്ളം കയറിയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. അയ്യോ, വെള്ളം സ്റ്റെപ്പിന്റെ അതുവരെ എത്തി. മമ്മി, മമ്മി. ഓ മോളു, നിന്നോട് ആരാ പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞത്? ഡോർ ക്ലോസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? മമ്മി, നമ്മുടെ വീട്ടിലോട്ട് വെള്ളം കേറില്ലേ, നമ്മൾ എന്താ ചെയ്യാ? മമ്മി പപ്പനെ വിളിച്ചിട്ടുണ്ട്. പപ്പ ഉടനെ തന്നെ നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോകും. മമ്മി, നമ്മളപ്പോ എവിടെ താമസിക്കും? നമ്മൾ വലിയൊരു റെസ്റ്റോറന്റില് റൂം എടുത്തിട്ട് അവിടെ താമസിക്കും. വെള്ളം ഇറങ്ങിയ ശേഷം നമുക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ? വാവ്, സൂപ്പർ. വാ മോള്, നമുക്ക് അകത്ത് കയറിയിരിക്കാം. പപ്പ വിളിക്കുമ്പോൾ നമുക്ക് വന്നാൽ മതി. ഓക്കെ മമ്മി. ഓ ഗോഡ്, ഇത് എന്തൊരു മഴയാണ്! പുറത്തേക്ക് പോവാൻ ഒരു മാർഗവും ഇല്ലേ ഇപ്പോ. എന്താടി, വെള്ളം വരുന്ന സൗണ്ട് ആണോ അത്? ഓ, എന്റെ കാല് ഈ ചെളിയില് താവുന്ന തോന്നുന്നേ. അവിടെ ചെറിയൊരു കുഴി ഉണ്ടടി, അതാ. നീ ഇങ്ങ് മാറി നടക്ക്. ഓ, എന്റെ കാലാകെ നാശായി. ഇതന്നെ പറഞ്ഞേ നമുക്ക് വീട്ടിൽ പോവാന്ന്. ഓ, എനിക്കൊരു കുഴപ്പമില്ല, നീ ഇത് വന്നേ. ഡാഡി, നീതുന്റെ വീട്. നീതൊന്ന് നോക്കുന്നു. ഓ, അവൾ അവിടെ തന്നെ നിപ്പുണ്ടാ? എന്തൊക്കെയാണ് നീ പറയുന്നത്? ഇവരെന്താ ഈ മഴയത്ത് കാണിക്കുന്നത്? അത് ശരി, ഇവരെന്റെ വീട്ടിൽ വെള്ളം നിറഞ്ഞത് കാണാൻ വന്നതാവും. ഛേ, ഇവരുടെ മുന്നിൽ എങ്ങാനും ഞാൻ പെട്ടുപോയിട്ടുള്ള ഒരവസ്ഥ. ഇവിടുന്ന് മാറി നിന്നേക്കാം, ഇല്ലെങ്കിൽ ആ പെണ്ണുങ്ങളെ ഇങ്ങോട്ട് നോക്കി തന്നെ ഇരിക്കും. അവൾക്ക് എന്റെ ചെവിയൊന്നും കേൾക്കുന്നില്ലേ? താടി, അവളെ വീട്ടിലോട്ടൊന്ന് നോക്ക്, മുറ്റത്തൊക്കെ വെള്ള. നിന്റെ വീട്ടില് വെള്ളം കേറിയോ? പുറത്തേക്കൊന്ന് വരോ? നമുക്ക് വെറുതെ ഒന്ന് ചുറ്റി അടിക്കാം. ഇവരിതെന്താ പോവാത്തത്? എന്റെ വീട്ടിൽ വെള്ളം കയറിയത് കാരണം എന്നെ കളിയാക്കാൻ തന്നെ വന്നിക്കണത്. എന്നിട്ട് ചുറ്റി അടിക്കാം. മമ്മീനെ വിളിച്ച് പറയാം, മമ്മിയോട് ചീത്ത പറയാൻ പറയാം. നിങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയില്ലേ, ഇനി നിങ്ങൾ എങ്ങനെ പുറത്ത് കിടക്കുക? അതിന് ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. അപ്പൊ നിങ്ങൾ എവിടെ താമസിക്കും? ടൗണില് വലിയൊരു റെസ്റ്റോറന്റ് അച്ഛൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ പോയി താമസിക്കും.
അവളുടെ ഒരു ഗമ. പുറത്ത് പോയിട്ട് വലിയൊരു റെസ്റ്റോറന്റിൽ അവര് താമസിക്കുന്നു. അവര് ഭയങ്കര പൈസക്കാരല്ലേ, അവർക്കൊന്നും അതൊരു കുഴപ്പമേ ഇല്ല. അവർക്ക് വീട്ടില് വെള്ളം കേറിയാലെന്താ, കേറിയില്ലെങ്കിലെന്താ. എന്റെ പപ്പ ഇപ്പൊ വരും, ഞങ്ങളെ കൊണ്ടുപോവാം. വലിയ റെസ്റ്റോറന്റാ. എന്തേ, നിങ്ങൾക്ക് കാണണോ? പെണ്ണുങ്ങൾക്ക് കിട്ടാണ്ടത് തന്നെ കിട്ടി. പാറു, നീതു, കുറച്ചേരം വെയിറ്റ് ചെയ്തോ. എന്റെ പപ്പ ഇപ്പൊ വന്ന് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് കാണാട്ടാ. എന്റെ പാറു, നമുക്ക് വീട്ടിൽ പോവാം. ആ പാടത്തു നിന്നുള്ള വെള്ളം മൊത്തം ഈ റോട്ടിലേക്ക് കേറും. ആ പോവാ. അല്ലാണ്ട് അവളുടെ പപ്പ വന്ന് കൊണ്ടുപോണത് നമ്മൾ എന്തിനാ കാണുന്നത്? അതന്നെ, അവളുടെ സ്റ്റൈലും കൂടി ഇനി കാണേണ്ടി വരും. വാ, നമുക്ക് പോവാം വീട്ടിക്ക്. അയ്യോ അയ്യോ, മമ്മി മമ്മി, ദേ പാമ്പ് പാമ്പ്. മമ്മി നീർക്കോലി കടിച്ചനാളെ ഇങ്ങനെ പേടിക്കുന്നുണ്ട്. ഇങ്ങനെ അവള് പേടിക്കുന്നത്. അതെ, നല്ലാണ്ട് ചിരിക്കണ്ട. ആ നീർക്കോലി എങ്ങാനും ഇങ്ങോട്ട് വന്നാൽ നമുക്ക് പേടിയല്ലേ. എന്നാലും നമ്മൾ ഇങ്ങനൊന്നും പേടിക്കില്ലേ. അവളുടെ പപ്പ വരുന്നുണ്ട്. വാ നീതു, നമുക്ക് ആ അലീനേച്ചിയുടെ വീട്ടിലൊന്ന് കേറാം. അവിടെ നിന്ന് ടീനുവിന്റെ വീട്ടിലേക്ക് നോക്കാം. എന്തായാലും അവള് പോണത് കാണാലോ. റെസ്റ്റോറന്റ് അവിടെ വെക്കട്ടെ. ശരി, നടക്ക്. ആന്റി ആന്റി, അലീനാന്റി അലീനാന്റി. ആഹാ, ഇതാരൊക്കെയാണത്? പാറു, നീതുവോ? വാ വാ, ഞാനിവിടെ ഉണ്ട്. നിങ്ങൾ എന്താ ഈ മഴയൊക്കെ കൊണ്ട് നടക്കുന്നത്? ആന്റി, അതുണ്ടല്ലോ, ആ ടീനുവിന്റെ വീട്ടില് വെള്ളം കയറിയല്ലോ, അത് കാണാൻ വന്നതാ. ആന്റിയുടെ വീട്ടില് വെള്ളമൊന്നും കയറിയിട്ടില്ലല്ലേ? ഇല്ലടാ, ഇവിടെ നന്നായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. അത് കാരണം വെള്ളമൊന്നും കയറില്ല. അവരുടെ ഭാഗം താഴ്ചയില്ല, അതുകൊണ്ട് അങ്ങോട്ട് നന്നായിട്ട് വെള്ളം കയറും. അവരിവിടുന്ന് പോവാണെന്ന് പറഞ്ഞു. വലിയ ഏതോ റെസ്റ്റോറന്റില് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് പോവാണെന്ന് ടീന് പറഞ്ഞു. എന്ത് വലിയ റെസ്റ്റോറന്റിലോ? ഓ ഗോഡ്, അങ്ങോട്ടൊന്നും പോവാൻ പറ്റത്തില്ല. റോഡിൽ ആകെ വെള്ളമാണ്. ഇനി വേണമെങ്കിൽ വല്ല ക്യാമ്പിലോ എന്തിലെങ്കിലും ഒക്കെ പോവേണ്ടി വരും. ക്യാമ്പിലേക്കോ? അങ്ങോട്ടൊന്നും അവര് പോവത്തില്ല. അവര് വലിയ റെസ്റ്റോറന്റ് ബുക്ക് ചെയ്തിട്ടിരിക്കുക. അവളുടെ പപ്പ ഇപ്പൊ വരും കൊണ്ടുപോവാ. പപ്പ വന്നിണ്ടടി കൊണ്ടുപോവാന്. പപ്പ പപ്പ, അതെ ഞങ്ങൾ ഇവിടെ ഉണ്ട്. പപ്പ വേഗം വാ. ഓ മോളെ, വെള്ളം വളരെയധികം കൂടുതലാണ്. വെള്ളം ഇങ്ങനെ കേറി കേറി വരികയാണ് ആ പാടത്തു നിന്ന്. നിങ്ങൾ റെസ്റ്റോറന്റിൽ ബുക്ക് ചെയ്തില്ലേ? യെസ് പപ്പ, നമുക്ക് വേഗം ഇവിടുന്ന് പോവാം. പാമ്പൊക്കെ കാണുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു. വേഗം പോവാം പപ്പ. റീന, നമുക്ക് റെസ്റ്റോറന്റ് ഒന്നും കിട്ടില്ല. ആ വഴി ഒന്നും വണ്ടി പോവില്ല. ഇപ്പോ നമ്മളോട് ക്യാമ്പിലേക്ക് വരാനാ പറഞ്ഞത്. നിങ്ങൾ എന്തീ പറയുന്നത്? ക്യാമ്പിലോട്ടോ? എങ്ങനെ അങ്ങോട്ട് പോവും? ഇപ്പൊ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് വേഗം ക്യാമ്പിലോട്ട് പോണം. മമ്മി, എന്നെ കൊണ്ട് പറ്റത്തില്ല. മമ്മിയല്ലേ പറഞ്ഞേ പപ്പ റെസ്റ്റോറന്റ് ബുക്ക് ചെയ്യുന്നു. മോളു, അതൊന്നും നോക്കിയിട്ട് ഇപ്പൊ കാര്യമില്ല. നമുക്ക് വേഗം പപ്പയുടെ കൂടെ പോവാം. ഞാൻ വരത്തില്ല. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോണ്ട്. വാശി പിടിക്കാതെ, പപ്പയുടെ സ്വഭാവം അറിയാലോ. ക്യാമ്പിൽ നിന്ന് ആൾക്കാർ വരും, വേഗം വാ. ഓക്കെ, ഇതിൽ കയറിക്കോളൂ രണ്ടുപേരും. മമ്മി, എന്തീ കാണുന്നതൊക്കെ? എനിക്ക് വയ്യ. ആ രണ്ട് പെണ്ണുങ്ങൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. മോള്, നമുക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടണ്ടേ? മോളൊന്ന് കേറിയിരിക്കതില്. ഓ, അവരിതാ പോകുന്നു. അത് ബോട്ടൊന്നും ഉണ്ടാവില്ല, അതുതാ. മറ്റുള്ളവരിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുമ്പോ ഇങ്ങനെ ഇന്ന് കളിയാക്കരുത് കേട്ടോ പാറു. അവൾക്ക് ഭയങ്കര ജാടേ, അതാണ്. സോറി ആന്റി. നമുക്ക് വെള്ളം കയറാത്ത കാരണല്ലേ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത്. അവർക്ക് വെള്ളം കയറിയ കാരണല്ലേ അവർ കഷ്ടപ്പെടുന്നത്. അത് കണ്ട് നമ്മൾ ചിരിക്കല്ലേ വേണ്ടത്, അവരെ സഹായിക്കാൻ വേണ്ടത്, കേട്ടോ? ഇനി ഇങ്ങനെ പറയത്തില്ല. ഓക്കെ, നീ നല്ല കുട്ടികളായിട്ട് വീട്ടിലേക്ക് പോ, മഴ വരുന്നതിന് മുന്നേ. ശരി ആന്റി.